ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂചി കൊഴുവ എങ്ങനെ ഭംഗിയായി എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല ഒരു വെറൈറ്റി കൊഴുവ ഫ്രൈയും ചെറിയ തോതിലൊരു കുടമ്പുളിട്ട് പറ്റിച്ച സൂചി കൊഴുവയുടെ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 1/2 കിലോൻ്റെ അടുത്ത് സൂചിക്കൊഴുവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനതൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് കഴുകിയെടുക്കാം. അതിനാ കൊഴുവയുടെ മേലൊരു സിൽവർ കളർ ഒരു കോട്ടിംഗ് ഉണ്ട്. അത് നെയ്മയം പോലെ ഇരിക്കുക. നമ്മൾ ആദ്യം തന്നെ അത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ കളയാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, അത് കഴുകിയ വെള്ളമാണിത്. അത് ആ കൊഴുവയുടെ മേലെയുള്ള ആ ഒരു ഉളുമ്പാണ്. അത് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സൂചിക്കൊഴുവ കിള്ളിയെടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് നല്ല വെള്ളം ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കഴുകി കളയാം. ചെറിയ കൊഴുവ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കളയാനായിട്ട് ഈസിയാണ്. എന്നാൽ കിള്ളിയെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ഇത് ആദ്യമേ തന്നെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ കിള്ളാനിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സൂചിക്കൊഴുവ കിള്ളിയെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ നഖം വെച്ച് തന്നെ, കത്തി വേണ്ട, സിസേഴ്സ് വേണ്ട, ഒന്നും വേണ്ട, നഖം വെച്ച് തന്നെ ഇതുപോലെ കഴുത്തിൻ്റെ അവിടെ നിന്ന് പതുക്കെ കിള്ള. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടലടക്കാൻ അതുപോലെ വാലും കിള്ള. ചെമ്മീൻ കിള്ളണ പോലെ തന്നെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ നഖം വെച്ച് കിള്ളുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുടലടക്കാണ് ഇങ്ങോട്ട് പോരണത്. അതുപോലെ തന്നെ വാലും കിള്ളിക്കളയാം. നഖം വെച്ച് പതുക്കെ തലയുടെ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ തലയും കുടലും എല്ലാം കൂടി പോയിക്കോളും. ചിലവർ ഈ സൂചിക്കൊഴുവയുടെ തലയൊന്നും കളയില്ല, ശരിക്കും ഒന്ന് ഉരച്ച് കഴുകി എടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഞാനത് ക്ലീൻ ശരിക്കും വൃത്തിയാക്കി എടുക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. വേഗം തന്നെ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയുള്ളത് നമുക്ക് വേഗം തന്നെ അത് ചെയ്തെടുക്കാം. സൂചിക്കൊഴുവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലൊന്നും മുള്ളാതെയില്ല. ആ വാലും തലയും കൂടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കൊഴുവ കിട്ടും. വലിയ കൊഴുവയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ കൊഴുവാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. വേഗം തന്നെ പോയി കിട്ടും. ആദ്യം നമ്മളിത് കിള്ളണങ്ങൾ മുന്നേ ഒന്ന് ഉപ്പിട്ട് അതുപോലെ ചട്ടിയിലിട്ടൊന്ന് പതുക്കി ഒന്ന് ഉരയ്ക്കും. എന്നിട്ട് 2 പ്രാവശ്യം അതുപോലെ കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് കിള്ളിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സൂചിക്കൊഴുവ എല്ലാം കിള്ളിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല കളർ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പ്രാവശ്യം ചട്ടിയിലിട്ട് ഒന്ന് വഴറ്റി അതിലത്തെ അഴുക്കുകളൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പൂ പോലെ ആയിട്ടുണ്ട്. കൊഴുവയുടെ മേലെയുള്ള ആ ഒരു സിൽവർ കളറിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി നല്ല ചെമ്മീൻ കിള്ളി പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കാം. ഇനി ഇത് വറുക്കാനായിട്ട് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ആദ്യം 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പിടുക. കൂടിക്കഴിഞ്ഞാൽ കൊഴുവ വറുത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഈ കൊഴുവ നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോ ഇട്ട് കൊടുക്കാം. വാരി ഇടരുത്, ഇതുപോലെ ഓരോന്നായിട്ട് വിടർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്കിതൊരു സൈഡിലേക്ക് കൂട്ടി ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെയും വിടർത്തിയിട്ട് കൊടുക്കാം. കാരണം ആ മുകളിലുള്ള ആ മസാലയൊക്കെ ശരിക്കും ഒന്ന് അതിൽ പിടിച്ചിട്ട് വേണ്ടി മാത്രം നമ്മളിതൊന്ന് ഈ കൊഴുവ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ആ മസാലയൊക്കെ ആ വെളിച്ചെണ്ണയിലേക്ക് അലിഞ്ഞു ചേരും. നമുക്ക് വെച്ചിട്ടൊന്ന് പതുക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഈ സൈഡിൽ കൊഴുവ ഇട്ട് കൊടുക്കാം. ഒന്നിനൊന്നും മുട്ടാതെ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് വരുമ്പോഴേക്കും ലാസ്റ്റ് ആദ്യം ഇട്ടത് പെട്ടെന്ന് കരിയും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കൊഴുവ് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കഴിയുമ്പോൾ മാത്രം അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇനി നമുക്കത് ഇളക്കി തന്നെ വറുത്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ആ മസാല ഒന്ന് അതിലൊന്ന് സ്റ്റിക്കാവാൻ വേണ്ടി മാത്രമാണ് ആദ്യം വിടർത്തിയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആയിട്ടുണ്ട് കൊഴുവ്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് കോരിയെടുക്കാം. ഇതുപോലെ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങളൊന്ന് വറുത്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കൊഴുവ് ഇതുപോലെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഒത്തിരി ഒന്നും മൊരിയിച്ച് കരിച്ചെടുക്കരുത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു മീൻ വറുത്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ എന്തുമാത്രം ടേസ്റ്റ് വരുന്നുള്ളത് നമുക്കറിയാം. അത് വറുത്ത് കരിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉള്ള ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും വറുത്ത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പറക്കാനുള്ള കൊഴുവേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ വിടർത്തി ഇടുന്നത് കൊണ്ട് നമുക്കങ്ങനെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇടാൻ പറ്റില്ല. ഒറ്റ പ്രാവശ്യമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അടുത്തതായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പിട്ട് ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കൊഴുവ കുടമ്പുള്ളിട്ട് ഒന്ന് പറ്റിക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വേപ്പില കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി. ഞാൻ ഈ മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിടും. എന്നിട്ട് നമുക്കൊരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 കുടംപുള്ളിയുടെ കഷ്ണം, അതായത് ഒരു വലിയ കുടംപുള്ളി ഇത് 4 കഷ്ണമാക്കി ഇടുക. എന്നിട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച കുടംപുള്ളിയിലെ പുളി മൊത്തവും ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ആ പുളിയെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ പിന്നെ മീനിട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ കുടംപുളി നല്ലതുപോലെ തിളച്ച കുടംപുള്ളിയിലെ പുളി മൊത്തവും ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങണം. ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നോക്കണം, ഗ്രേവി എടുത്ത് നോക്കുക, ഉപ്പും പുളിയൊക്കെ നമുക്ക് കറിക്ക് ആവശ്യത്തിനായിട്ടുണ്ടോ നോക്കുന്നത്. അത് നോക്കിയതിന് ശേഷം മാത്രം അതിൽ നിന്ന് പുളിയെടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഈ കൊഴുവ ഇട്ട് കൊടുക്കണം. കാരണം കൊഴുവയ്ക്ക് അത്ര വേവേ ഉള്ളൂ. നമ്മൾ ആദ്യമേ കൊഴുവ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടംപുളിയിലത്തെ പുളി ഇറങ്ങി വരുമ്പോഴേക്കും കൊഴുവ ഉടഞ്ഞു പോകും.
പുളിയൊക്കെ മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ആ പുളി എടുത്ത് മാറ്റാം. എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കൊഴുവ ഇട്ട് കൊടുക്കാം. കൊഴുവ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇളക്കരുത്. ഇനി നമ്മളത് ചട്ടി എടുത്തൊന്ന് പതുക്കെ ചുറ്റിക്കാൻ മാത്രമേ പാടുള്ളൂ. നേരിയ കൊഴുവയാണ്, പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോകും. നല്ല കുടമ്പുളിയിട്ട് പറ്റിച്ച കൊഴുവക്കറിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കുന്ന കൊഴുവ വറുത്തതും കൂട്ടി നല്ല ചോറങ്ങ് തിന്നുമുണ്ടല്ലോ, എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ നമ്മുടെ കൊഴുവക്കറി റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ആവുന്നത്ര പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.